ഞാൻ വേണു പുറമ്പത്ത് ഉജ്ജയിനി യൂട്യൂബ് ചാനലിലെ ഉടമ. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയ ഒരു കുടിലാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന വിറകടുപ്പുണ്ടല്ലോ, വിറകടുപ്പ് അതുപോലുള്ള മറ്റേ ഈ വിറക് കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് രോഗാണുക്കളൊക്കെ നശിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അടുപ്പിൻ്റെ സമീപത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയം കുറേ കൂടെ ഇതായിട്ടുള്ളതാണ്. അതായത് നമ്മളെ കഴിഞ്ഞ തവണ നമ്മൾ ഒരു ഈ രാജീവിൻ്റെ ഒരു പരിപാടി നടത്തിയല്ലോ, രാജീവ് അനുബന്ധമായിട്ട് സൈറ്റുകാരൻ. അപ്പോൾ അവിടെ അതിൽ പറഞ്ഞൊരു കാര്യം തുടങ്ങിയിട്ട് ഞാൻ ആരംഭിക്കുകയാണ്. അതായത് അതിൽ രാജീവിൻ്റെ കോട്ടൂർ എന്ന നോവലുണ്ടല്ലോ, ആ നോവലായി നായകൻ പറയുന്നുണ്ട്. അതായത് എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ അതിൽ വെറും ഈ മാർസം മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ലേശം അതിനോട് കുറച്ച് വിപ്രതിപത്തി തോന്നി എന്നതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞിട്ട് ആ വീഡിയോ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ദേശാഭിമാനി വീക്കിൽ, ഈ ആഴ്ചത്തെ ദേശാഭിമാനി വീക്കിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതായത് കുഞ്ഞിക്കണ്ണൻ സാഹിത്യ പരിഷത്ത് പ്രസിഡൻറ്റും കുഞ്ഞിക്കണ്ണനും അദ്ദേഹത്തിൻ്റെ ഇതാണ് ഒരു ലേഖനമാണ്. അപ്പോൾ അദ്ദേഹം ഈ മാതൃഭൂമി വീക്കിൽ ഇപ്പോൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഡിഫറൻ്റായ വിഷയം, അതായത് അംബേദ്കറും സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു കൂട്ടത്തിൽ ദേശാഭിമാനിയിൽ എഴുതിയാണ്. അപ്പോൾ അതിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട വ്യക്തികൾ കേരള സമൂഹത്തിൽ ചെയ്ത മാറ്റം, അതായത് ഒന്ന് വാക്ഭ്രാന്തി ഗുരുദേവനും അത് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റേ അബ്ദുറഹ്മാൻ സാഹിബും അത് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ അനുയായികൾ ചെയ്ത കാര്യങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വലിയൊരു അവരുണ്ടാക്കിയ ഒരു ക്രിയേറ്റീവായി കേരള സമൂഹത്തിൽ സൃഷ്ടിച്ച ക്രിയേറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് ഇയാൾ പറയുന്നത്. അതായത് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുമ്പോൾ ഏകദേശം ഒരു നമ്മളെ ഉജ്ജയിനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 10-14 വർഷമായി. സ്റ്റാർട്ട് ചെയ്ത കൊല്ലത്ത് തന്നെ ഞങ്ങൾ ഒരു യാത്ര നടത്തിയിരുന്നു. അതായത് ഒന്ന് ഈ നമ്മുടെ വാഗ്ബാട് ഗുരുദേവൻ്റെ ആശ്രമം ഉണ്ടല്ലോ കോട്ടക്കൽ, അവിടത്തേക്കൊന്ന്. രണ്ടാമതായിട്ട് നമ്മളെ ഗോപാലകൃഷ്ണ ഗോഖലെ സ്കൂളുണ്ടല്ലോ, ഗോഖലെ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയതാണ്. അതായത് നമ്മളെ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ വാഗ്ബാട് ലൈബ്രറിയിൽ നിന്ന് ആരംഭിച്ച കുട്ടികളെ പരിപാടി. അതായത് ഈ നമ്മളെ വാഗ്ബാട് ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഈ കുട്ടികളെ ക്യാമ്പൊക്കെ ആദ്യം തുടങ്ങി. പിന്നെ ഉജ്ജയിനി സംഘടിച്ചപ്പോഴാണ് നമ്മൾ ഈ ഏരിയയിലേക്ക് യാത്ര ചെയ്തത്. അപ്പോൾ ഈ ഏരിയയിലേക്ക് യാത്ര ചെയ്തപ്പോൾ വാഗ്ബാടിൻ്റെ ആശ്രമത്തിലേക്ക് കോട്ടക്കൽ എത്തിയപ്പോൾ അവിടെ അധ്യാപകമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കുമാരൻ മാഷായിട്ട് നമ്മൾ ആൾക്കാർ കുറച്ച് സംസാരിക്കുകയുണ്ടായി. കുമാരൻ മാഷ് അപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ ഉള്ള ഒരു മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഈ കുമാരൻ മാഷ വാഗ്ബാടിൻ്റെ ആശയം പറഞ്ഞ അദ്ദേഹം ഈ ഇതുണ്ടല്ലോ ഈ ബിംബാരാധനയ്ക്കെതിരാണ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടിയും പറഞ്ഞു എന്താ വെച്ചാൽ ഞങ്ങളെ മതത്തിൽ ബിംബാരാധന ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ആരംഭിച്ച സമയത്ത് അതിലൊരു വിഷയം എന്താ വെച്ചാൽ ഈ ബിംബാരാധന എന്ന് ഇല്ലയെന്ന് പറയുമ്പോൾ അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ നമ്മളെ നാട്ടിൽ എത്രയോ ആൾക്കാർ ഇവിടെ ഈ അമ്പലത്തിൽ പോവുകയും ചില കാര്യങ്ങൾക്ക് ഇത്ര പ്രാർത്ഥിക്കുമല്ലോ, പല കാര്യത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് കിട്ടണം, മക്കളെ കാര്യം നിന്നാൻ വേണ്ടിയിട്ട് കോളേജ് മറ്റേ എല്ലാ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ആക്കണ്ട്. പക്ഷേ നമ്മൾ ഈ ബിംബാരാധനയ്ക്കെതിരെന്ന് പറയുന്ന സമയത്ത് വേറെ വിഷയം ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഒരു ഗീത എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു വലിയ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഒ വി വിജയനെ പറ്റിയിട്ടും പിന്നെ നമ്മളെ ഇയാളെ പറ്റിയിട്ട്. അതായത് ഈ മറ്റേ മേനോൻ, അതായത് എന്തായിരുന്നല്ലോ മറ്റേ ഒരു ആഷാമേനോനും ഒ വി വിജയനും ബന്ധപ്പെട്ട് ഇവർ ഗ്രന്ഥത്തിൻ്റെ അതിൻ്റെ ഉടമസ്ഥ അവരുടെ വാട്സപ്പിൽ അവരെ ഇതുണ്ടല്ലോ എന്താ പറയുക ഫോട്ടോ ചേർക്കുന്ന ഇതില്ലേ, അവർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഇതാണ് മറ്റേ എന്താ പറഞ്ഞിട്ടുള്ള ഈശോവാസ്യവിധം സർവം ഈശോമാസ്യവിധം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഈശ്വര വസിക്കുന്നതല്ല. അപ്പം അങ്ങനെ ഈശോമാസവിധം എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആശയമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഉയർന്ന തലത്തിലുള്ള ആൾക്കാർ അവർ ഈശോമാസവിധം സർവം എന്ന് പറഞ്ഞാൽ പിന്നെ ബിംബാരാധനയിൽ ആരും വരുന്നില്ല. അപ്പോൾ എല്ലാത്തിനും ഈശ്വര വസിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഈ വാഗ്ബാട് ഗുരുദേവൻ്റെ ഈ ആശയത്തോട് വേഗത്തിൽ താല്പര്യപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ആയിരുന്നു മറ്റേ നമ്മളിപ്പോൾ നമുക്ക് ഇത് പറയുന്ന സമയത്ത് ഗുരുവായൂർ സത്യാഗ്രഹം ഒരു അമ്പലത്തിൽ ബിംബമുള്ള അമ്പലമല്ല, അതാണല്ലോ കേളപ്പൻ നടത്തി. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഒരു ഈഴവ ശിവനെ പ്രതിഷ്ഠല്ലോ അമ്പലത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്തിട്ട് ഇതെന്തെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ സാധാരണ മനുഷ്യർക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ദൈനംദിന ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്വാഭാവികമായി ബിംബാരാധന വരും. പക്ഷേ ഉയർന്ന തലത്തിലുള്ള ചിന്തയ്ക്ക് ഈ പറഞ്ഞ ഈ ശ്രീനാരായണ ഗുരു അവസാന കാലത്ത് ഇങ്ങനെയുള്ള അതിലൊന്നും അപ്പുറമായിട്ടുള്ള ചിന്തയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാശയം ആണ് അവിടെ നിന്ന് നമുക്ക് കിട്ടി. പിന്നെ വാഗ്ബാടിൻ്റെ രാഷ്ട്രീയം വേറെ രാഷ്ട്രീയം അവിടെ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ അതായത് നമ്മളെ ഇതുണ്ടല്ലോ ചേരുവിൻ പരിത്യാഗ ഹോർസ് പങ്കെടുക്കുക എന്നൊരു രാഷ്ട്രീയം വാഗ്ബാടിൻ്റെ രാഷ്ട്രീയമായിട്ടുണ്ട്. അത് അവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം അതും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇതുണ്ടല്ലോ മറ്റേ ഈ നമ്മളെ വാഗ്ബാടിൻ്റെ സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ പരിത്യാഗത്തിൽ അടിസ്ഥാനമായ സ്ഥാപനമാണ്. നമുക്കറിയാം ഊരാളങ്കൽ സൊസൈറ്റി ഇന്ന് ഏറ്റവും വലിയ സൊസൈറ്റിയായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിത്യാഗ മനോഭാവം കൊണ്ടാണ്. അത് ഊരാളങ്കൽ സൊസൈറ്റി മാത്രമല്ല,
ആ വാഗ്ബാണത്തിൻ്റെ ആശയം കിട്ടിയിട്ടുള്ള ആൾക്കാർ. അതായത് നമ്മളിപ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും നല്ല ബാങ്കായി തിരഞ്ഞെടുത്തത് ഏറാമല സാറിൻ്റെ ബാങ്കാണ്. അതിലെ കുഞ്ഞിരാവ് കുറുപ്പ് എന്ന വ്യക്തി വാഗ്ബാണത്തിൻ്റെ ശിക്ഷയായിരുന്നു. അയാളെ ജീവിതത്തിൽ വെച്ച് നമുക്കറിയാം വാഗ്ബാൺ ശിക്ഷയായിരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് അർബൻ ബാങ്കുണ്ട്, വടകര അർബൻ ബാങ്കിൽ അതും ഏറ്റവും രണ്ടാമത്തെ ബാങ്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതും വാഗ്ബാണത്തിൻ്റെ പൈതൃകമുള്ളൊരു ബാങ്കാണ്. അപ്പം പരിത്യാഗത്തിൻ്റെതായ ഒരു ജീവിതം കാണിക്കാൻ വാഗ്ബാണത്തിൻ്റെ ആശയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ആശയവും അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ കേരളത്തിൻ്റെ വികസനത്തിന്, കേരളത്തിൻ്റെ പുരോഗതിക്കും ആവശ്യമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം വളരെ വൈകിട്ടാണ് ഈ ടി പി കുഞ്ഞിക്കണ്ണൻ പോലെയുള്ള മാർക്സിസ്റ്റുകാർ പറയാൻ തുടങ്ങിയത്. കാരണം അവർ വിവരാളി സൊസൈറ്റിക്കാർക്ക് നല്ല കണക്ഷനാണ്. പക്ഷേ വാഗ്ബാണത്തിൻ്റെ ആശയത്തെ പറ്റിയിട്ട് പ്രചരിപ്പിക്കാനൊരു ശ്രമം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ വാഗ്ബാണം പറയുന്ന ഒരു കാര്യം അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്താ വെച്ചാൽ ഉണരുവിൻ ഈശ്വരനെ ഉണരുവിൻ മഹേശ്വരനെ പ്രാർത്ഥിക്കുന്ന ഈശ്വരനെ പറ്റി പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മഹർഷിക്കാർക്ക് ഈശ്വരനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അടുത്ത വാചകം അവർ പറയുന്നത് നിങ്ങൾ പ്രതികരിക്കൂ, അതായത് അനീതിക്കെതിരായിട്ട് പ്രതികരിക്കുന്നതാണ്. അപ്പം അനീതിക്കെതിരായി സമരം ചെയ്യാനും ഈശ്വര വിശ്വാസമുള്ള ആളാണ് അനീതിക്കെതിരായി സമരം ചെയ്യാൻ മുന്നോട്ട് വരും എന്നുള്ള രാഷ്ട്രീയ അദ്ദേഹം വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈശ്വര വിശ്വാസവും അനീതിക്കെതിരെ സമരം യോജിപ്പിക്കാൻ വാഗ്ബാണത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും ഇവർക്ക് ജനങ്ങൾ മധ്യയിലേക്ക് പറയാനോ പ്രചരിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ കഴിഞ്ഞ ശേഷം ഞാൻ ഈ പറഞ്ഞ ഈ ഇദ്ദേഹത്തിൻ്റെ വാഗ്ബാണത്തിനും അബ്ദുറഹ്മാൻ സാഹിബായിട്ട് കുറേ കണക്റ്റുണ്ട്. കാരണം അബ്ദുറഹ്മാൻ സാഹിബും ഈ പറഞ്ഞ മുസ്ലിം ഈ ബിംബാരാധന ഇഷ്ടപ്പെടാത്ത ആൾക്കാരെന്നൊരു അടുപ്പമുണ്ട് അവർ തമ്മിൽ. അതുകൊണ്ടായിരിക്കാം ഇവർ തമ്മിൽ വളരെ അടുപ്പം ഉണ്ടായിട്ട് പല സ്ഥലത്തും ഇവർ ഒന്നിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, അബ്ദുറഹ്മാൻ സാഹിബും വാഗ്ബാണത്തിൽ പ്രത്യേകനും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ വാഗ്ബാണത്തിൻ്റെ കൂടെ തന്നെ ഈ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചില സംഗതികൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. അതായത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉണ്ടല്ലോ, JDT ഇസ്ലാം, ഇവിടെ വെള്ളിവാട് വന്ന് അദ്ദേഹം സ്ഥാപിച്ച് ആ സ്ഥാപനത്തിൽ പോയിട്ട് വീഡിയോ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൊയ്ത് മൗലവീൻ്റെ സ്ഥാപനത്തിൽ പോവുക. പിന്നെ ആ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ ആ ഭാഗത്ത് പോയി വീട്ടിലൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ അപ്പോൾ ഞാനതിനെപ്പറ്റി അസീസ് സാറോട് അതിൻ്റെ മെയിൻ ആളാണല്ലോ, അദ്ദേഹത്തോട് ഇങ്ങനെ ആശയം പറയുമ്പോൾ നമുക്ക് ഇയാൾ കിട്ടും നമ്മളെ എം എൻ കാരശ്ശേരി കിട്ടണം, ഇയാൾ മെയിൻ ആൾ. അപ്പോൾ എം എൻ കാരശ്ശേരി കിട്ടാൻ അദ്ദേഹത്തിന് പ്രോഗ്രാം ഇതൊക്കെ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുക, കാരശ്ശേരി പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മളത് അവിടെ ഡിലേ ആയിപ്പോയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും വേറൊരു അവസരം വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ വേറെ പരിപാടി ഇപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് വലിയൊരു യാത്ര എന്ന് പറയുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇതായത് ഒരു ഭാഗത്ത് ലോഹിയെ, ഒരു ഭാഗത്ത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉള്ള ഫോട്ടോ കണ്ടല്ലോ. 1950 ലോഹി അമേരിക്കയെ യാത്ര നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് കണ്ടുമുട്ടിയതാണ് ഇവരണ്ടാണ് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണമെന്നുള്ള ആശയമാണ് വന്നിരിക്കുന്നത്, ഇവരെ സംസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടല്ലോ, ആൽബർട്ട് ഐൻസ്റ്റീൻ ശരിക്ക് ഇദ്ദേഹം MC² എന്ന് പറഞ്ഞ ഫോർമുലേൻ്റെ ആളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഫോർമുല വെച്ചിട്ടാണ് ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ആറ്റം ബോംബിനെതിരായിട്ട് പ്രവർത്തിക്കണം, ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം, വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണം ഒരു ആശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പിന്നെ ലോഹിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം വേറെ വ്യക്തി ആ സമയത്ത് ലോഹിക്ക് സന്ദർശ സമയത്ത് ഒരു ഗാരി ഡേവിസ് പറഞ്ഞ വ്യക്തി, അയാൾ അമേരിക്കക്കാരനാണ്, അമേരിക്കൻ പൈലറ്റാണ്. അയാളാണ് ഈ ജർമ്മനിയിൽ ഭയങ്കര ബോംബ് വർഷിച്ച ആളാണ് യുദ്ധത്തിൽ. അപ്പോൾ അയാൾക്കും മനസ്താപം ഉണ്ടായി. അയാളും ഈ ഒരു ആശയത്തിലേക്ക്, വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ആശയത്തിലേക്ക് വരികയും അങ്ങനെ അവർ ഗാരി ഡേവിസിൻ്റെ ആശയം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആശയം അവിടെ നിന്ന് രൂപീകരിച്ചിട്ടില്ല. 1950 അതിൻ്റെ ഒരു കമ്മിറ്റിക്ക് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് അവിടെ ഇതായിപ്പോയി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളക്കാരൻ, അതായത് നടരാജ് ഗുരു ഉണ്ടല്ലോ, നടരാജ് ഗുരു അമേരിക്കയിൽ ലോക സന്ദർശനത്തിയപ്പോൾ ഈ ഗാരി ഡേവിസുമായിട്ട് പരിചയപ്പെടുകയും അവരുമായിട്ട് വീണ്ടും ഒരു വേൾഡ് ഗവൺമെൻറ്റിൻ്റെ ആശയം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നിത്യേജനെതി ഈ ആശയം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം അങ്ങനെ വേൾഡ് ഗവൺമെൻറ് ആശയം അദ്ദേഹത്തിന് ആശ്രമമായി ബന്ധപ്പെട്ട് ഊട്ടിയിലെ അതിൻ്റെ പ്രവർത്തനമൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് മന്ദിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇതിന് വളരെ പ്രസക്തി ഉണ്ട്. കാരണം 2 യുദ്ധങ്ങളാണ് ആ ഏരിയയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നമ്മൾ പറയുന്ന ഇസ്രായേലും പലസ്തീനും ബന്ധപ്പെട്ടുള്ള യുദ്ധം, മറുഭാഗത്ത് റഷ്യയും രാജ്യമില്ലേ, ആ രാജ്യം നമ്മൾ യുദ്ധം. ഈ സന്ദർഭത്തിൽ യുദ്ധമുള്ള സമയത്ത് വേൾഡ് ഗവൺമെൻറ് ആശയമായിട്ട് പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഊട്ടി നമുക്ക് യാത്ര ചെയ്യണോ, ഊട്ടിയിലേക്ക് ഒരു യാത്ര, നടരാജുരുവിൻ്റെ ആശ്രമത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതിൽ ഈ ആശയം നമ്മുടെ കോഴിക്കോട് ഗാന്ധിയൻ ആശയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പക്കനാർപുരം, കളപ്പഞ്ചി, പക്കനാർപുരത്ത് ആരംഭിച്ച് പല സ്ഥലത്തു കൂടെയും, അതായത് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഈ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഈ സ്ഥലങ്ങളിലൂടെയും കളപ്പഞ്ചി സ്ഥലത്തിലൂടെയും ഒക്കെ സഞ്ചരിച്ച് നമ്മൾ ഷൊർണൂർ എത്തി കേരള കലാമണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ഈ OV വിജയൻ്റെ ഇതുണ്ടല്ലോ തസ്രാക്കിലൂടെ സന്ദർശിച്ച് നമ്മൾ അവസാനം ഊട്ടി, ഒരു സുന്ദരമായ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതിലേക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക്
താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ പറയുകയാണ്, കേരളത്തിൽ ആർക്ക് താല്പര്യമുള്ള ആൾക്കാർ വരികയാണെങ്കിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ യാത്രയിൽ, ഈ മനോഹരമായ യാത്രയിലും യുദ്ധത്തിൻ്റെ നിറയിട്ടും വേൾഡ് ഗവൺമെൻറ് യാത്രയിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്നു, പിന്നെ അതോടൊപ്പം തന്നെ കാര്യം അതാണ് നിർത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ അന്ന് വേറെ പോയ സ്ഥലം, അന്ന് യാത്ര പോയാണല്ലോ, അത് നമ്മളെ ഇവിടെയാണ്, മറ്റേ ഈ തിക്കോടി, മറ്റേ ഗോപാലകൃഷ്ണ ഗോഖലയുടെ സ്ഥലമാണ് അത്. അവിടെയാണ് നായനാർ എന്ന് പറഞ്ഞ ഭയങ്കര വ്യക്തി. അതിനെപ്പറ്റി ഇയാൾ ടി പി കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു ഈ ഗോഖലി സ്കൂള്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി അതിൻ്റെ നമ്മളെ തിക്കോടിൻ്റെ നടൻ, അരങ്ങ് കാണാത്ത നടൻ എന്ന പുസ്തകമായിട്ടാണ് പോയത്. കുട്ടികൾക്ക് അത് വായിപ്പിച്ച് കെട്ടിയെടുത്തു. അവിടെ നടന്ന കാര്യങ്ങൾ, അവിടെ സ്കൂൾ നടന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ വേറെ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ ദേവരുടെ ഇവിടെ താനൂർ സ്കൂളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ താനൂർ സ്കൂൾ, ദേവർസിൻ്റെ താനൂർ സ്കൂളിൽ നമ്മൾ ടച്ച് ചെയ്യും. അങ്ങനെ ഉള്ള കാര്യം ഗോപാലകൃഷ്ണ ഗോഖലയുടെ. അപ്പം ഗോപാലകൃഷ്ണ ഗോഖലയുടെയും ആശയവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അബ്ദുൾ സാഹിബിൻ്റെ ആശയവും അതുപോലെ തന്നെ മറ്റേ ഇയാളുണ്ടല്ലോ ഈ പറയുന്ന നമ്മളെ ആശയം എല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ടൊരു യാത്രയായിരിക്കും. ആ യാത്രയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തീർച്ചയായും കാരശ്ശേരി മാസ്റ്റർ ഇതിൽ നമുക്ക് ഉണ്ടായിരിക്കും. അദ്ദേഹം മൊയ്തുമലവി ഹാളിൽ വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അബ്ദുൾ സാഹിബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുന്നു.